In today's class, we are discussing principal stresses and principal planes for a plane stress or plane strain case, two-dimensional case. We have already discussed this topic in 3D. Stresses on any inclined plane, principal stresses and principal plane in 3D നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രിൻസിപ്പൽ പ്ലെയിൻ, എന്താണെന്ന് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെയും വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 2D കേസിൽ 3 കമ്പോണൻസ് ആണ് ഉണ്ടാവുക. സിഗ്മ എക്സ് നോർമൽ സ്ട്രെസ് കമ്പോണൻറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് സിഗ്മ വൈ നോർമൽ സ്ട്രെസ് കമ്പോണൻറ്റ് ഇൻ വൈ ഡയറക്ഷൻ ആൻഡ് ഷിയർ സ്ട്രെസ് കമ്പോണൻറ്റ് ടോ എക്സ് വൈ. അങ്ങനെയുള്ള കേസിൽ ഇനി ഇൻക്ലൈൻഡ് പ്ലെയിൻ തീറ്റ ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഏത് പ്ലെയിനിലെയും സ്ട്രെസ് കമ്പോണൻസ് നോർമൽ സ്ട്രെസ്സിൻ്റെ കമ്പോണൻറ്റും ഷിയർ സ്ട്രെസ്സിൻ്റെ കമ്പോണൻറ്റും സിഗ്മ എന്നും ടോ എന്നും നമ്മൾ കാണാൻ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ ഡയറക്ഷനിലും ഏത് പ്ലെയിനിലെയും സ്ട്രെസ് കമ്പോണൻസ് കാണാൻ പറ്റും. അപ്പോൾ 3D പറഞ്ഞ പോലെ തന്നെയാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ദർ വിൽ ബി നോ ഷിയർ സ്ട്രെസ് കമ്പോണൻറ്റ്. ആ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. റിസൾട്ടൻറ്റ് സ്ട്രെസ് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ദാറ്റ് വിൽ ബി എ നോർമൽ സ്ട്രെസ് കമ്പോണൻറ്റ്. അവിടെ നോർമൽ സ്ട്രെസ് കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദ പ്ലെയിൻ വിച്ച് having no shear stress, having 0 shear stress is called a principal plane. Principal plane എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ, ഷിയർ സ്ട്രെസ് കമ്പോണൻ്റ് വാല്യൂ 0 ആയ പ്ലെയിനെ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നു. ആ പ്രിൻസിപ്പൽ പ്ലെയിനിൽ ഉള്ള നോർമൽ സ്ട്രെസ്സിൻ്റെ കമ്പോണൻറ്റ്, ഷിയർ സ്ട്രെസ് കമ്പോണൻറ്റ് 0 ആണ്, നോർമൽ സ്ട്രെസ്സിൻ്റെ കമ്പോണൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ സ്ട്രെസ്സിനെ പറയുന്നതാണ് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പ്രിൻസിപ്പൽ പ്ലെയിനും പ്രിൻസിപ്പൽ സ്ട്രെസ്സും. അപ്പോൾ ഒരു 2 ഡയമെൻഷണൽ കേസിൽ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നത്. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. 3Dയിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വഴി സോൾവ് ചെയ്തിട്ട് 3 സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 ഒരു പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന 3 പ്ലെയിനുകൾ പ്രിൻസിപ്പൽ പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ സൊല്യൂഷൻ കിട്ടും. സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ 2Dയിൽ 3 എണ്ണം ഇല്ല, 2 എണ്ണം ഉണ്ടാവുള്ളൂ. വലുതിനെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നും ചെറിയ വാല്യൂവിനെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നു. അതായത് ഒരു 2D കേസിൽ ഒരു പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന 2 പ്ലെയിനുകൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആയിരിക്കും. മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ആൻഡ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പോൾ അതിലുള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും ദേ ആർ ഡിനോട്ടഡ് ബൈ സിഗ്മ 1 ആൻഡ് സിഗ്മ 2. അപ്പോൾ സിഗ്മ 1ഉം സിഗ്മ 2ഉം കണ്ടുപിടിക്കുന്നതാണ് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാനുള്ളതാണ്. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ 3 വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. ദെൻ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 സിഗ്മ 2 കാണുന്നതാണ്. മൈനസ് സെയിം ഇക്വേഷൻ തന്നെയാണ്, പ്ലസും മൈനസും മാറ്റിയിട്ടാൽ മതി. മൈനസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദി സ്ക്വയർ പ്ലസ് ടോ എക്സ്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്, 2 പ്രിൻസിപ്പൽ സ്ട്രെസ് കാണുന്നത്. ഒരു സിംഗിൾ ഇക്വേഷനാണ്, സോൾവ് ചെയ്യാനൊന്നുമില്ല, ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ കാണണം. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് കിട്ടിയത്, പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂസാണ് കിട്ടിയത്. ഇനി എത്ര ആംഗിളിലാണ്, ഏത് ഇൻക്ലിനേഷനിലാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ പൊസിഷൻ എന്ന് കണ്ടുപിടിക്കുന്നത്. ഏത് പൊസിഷനിലാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ ഉള്ളതെന്ന് കാണുന്ന ഇക്വേഷനാണ് മൂന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. ദിസ് ഈസ് ഫോർ ഫൈൻഡിങ് ദി പൊസിഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. അപ്പോൾ tan 2θ = 2 ടോ എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് തീറ്റ കണ്ടുപിടിച്ചാൽ തീറ്റ ആയിരിക്കും എന്ത്, ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പോൾ 2 പ്രിൻസിപ്പൽ പ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. 1 കണ്ടുപിടിച്ചാൽ നെക്സ്റ്റ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. 2 പ്രിൻസിപ്പൽ പ്ലെയിൻസും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 1 കിട്ടിക്കഴിഞ്ഞാൽ മറ്റേത് പ്ലസ് 90 ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ഫോർ എക്സാമ്പിൾ 30 ഡിഗ്രി എന്ന് കിട്ടിയത്. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് 30 ഡിഗ്രി എന്ന് കിട്ടിയാൽ
നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ ഡയറക്ഷൻ 30 + 90 ഡിഗ്രി 120 ഡിഗ്രി എന്ന് കിട്ടും വിത്ത് റെസ്പെക്ട് ടു മേജർ ആക്സിസ്. രണ്ടിൻ്റെ ഡയറക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഒരു ഇക്വേഷൻ പഠിച്ചു, 2 ഇക്വേഷൻ പഠിച്ചു, 3 ഇക്വേഷൻ പഠിച്ചു. ഇനിയുണ്ട് ഇൻ ബിറ്റ്വീൻ ദീസ് 2 പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഈ രണ്ട് പ്രിൻസിപ്പൽ പ്ലെയിൻസിനെ പറ്റി പറഞ്ഞു. ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ. അവർ തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് 90 ഡിഗ്രിയാണ്. ഇതിൻ്റെ ഇടയിലൊരു പ്ലെയിൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കുറേ പ്ലെയിനുകളുണ്ട്. അവിടെയൊക്കെ എന്താണ് ഷിയർ സ്ട്രെസ് 0 അല്ല, അതുകൊണ്ട് അതൊന്നും പ്രിൻസിപ്പൽ പ്ലെയിൻ അല്ല. ഷിയർ സ്ട്രെസ് 0 ആയ 2 പ്ലെയിനെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ ഇടയിൽ ഒരു പ്ലെയിൻ ഉണ്ടാവും. ആ പ്ലെയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷിയർ സ്ട്രെസ് മാക്സിമം ആയിരിക്കും. പ്ലെയിൻ വിച്ച് ഹാവിങ് മാക്സിമം ഷിയർ സ്ട്രെസ്. അപ്പോൾ ആ പ്ലെയിനിൽ ഉള്ള മാക്സിമം ഷിയർ സ്ട്രെസ് പ്രോബ്ലത്തിൽ ചോദിക്കും. ടോ മാക്സ് ഈക്വൽ ടു ½ × σx - σy/2² + 4 τx/2. ദിസ് ഈസ് 4th ഇക്വേഷൻ. 4 ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 ഇക്വേഷൻ. പിന്നെ ആംഗിൾസ് ചോദിക്കും. ഏതൊക്കെ ആംഗിൾസാണ് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ θ1 ഉം θ2 ഉം കാണണം. θ1 θ2 എന്ന് പറഞ്ഞാൽ ഈ പ്രിൻസിപ്പൽ പ്ലെയിൻസിൻ്റെ ഡയറക്ഷൻ. θ1 ഇവിടുന്ന് കിട്ടും. θ2 കിട്ടാൻ θ1 + 90 ചെയ്താൽ മതി. ഓക്കെ, സിമിലർലി നമുക്ക് 2 ആംഗിൾ കൂടി കാണാനുണ്ട്. ദേ ആർ φ1 ആൻഡ് φ2. φ1 ആൻഡ് φ2. θ1 ഇന്ന് കിട്ടും. φ1 ആൻഡ് φ2 എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് പ്ലെയിൻ വിച്ച് ക്യാരിങ് മാക്സിമം ഷിയർ സ്ട്രെസ്. മാക്സിമം ഷിയർ സ്ട്രെസ് ഉള്ള 2 പ്ലെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ കാണുന്നതാണ്. ഇത് കണ്ടുപിടിച്ചാൽ അവിടുത്തെ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ്. അത് ഏത് പ്ലെയിനിലാണ് കാണുന്നത്, ഏത് ആംഗിളിലാണ് കാണുന്നതാണ് φ1 φ2. അതെങ്ങനെ കാണുന്നത് വെച്ചാൽ ഈ θ1 കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് 45 ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും θ1 + 45 ഡിഗ്രി ആയിരിക്കും എന്ത് ദ പ്ലെയിൻ വിച്ച് ക്യാരി മാക്സിമം ഷിയർ സ്ട്രെസ്. മാക്സിമം ഷിയർ സ്ട്രെസ് ഉള്ള പ്ലെയിന് 45 ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ദർ വിൽ ബി അനദർ പ്ലെയിൻ. മാക്സിമം ഷിയർ സ്ട്രെസ് ഉള്ള 2 പ്ലെയിൻ ഉണ്ടാവും. അപ്പോൾ രണ്ടാമത്തെ പ്ലെയിന് θ2 + 45 ഡിഗ്രി. ഈ പ്ലെയിൻ കഴിഞ്ഞിട്ട് 45 ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ 2 പ്ലെയിനിലും ഉള്ള ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇത് തന്നെയാണ്, സെയിം ആണ്. ½ σ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രധാനമായിട്ടും σ1 σ2 ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് ആൻഡ് ടോ മാക്സ് മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആൻഡ് ദ പ്ലെയിൻസ് ആൻഡ് ഡയറക്ഷൻസ്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രോബ്ലത്തിൽ പഠിക്കാനുള്ളത്. ഇനി ഈ സംഭവങ്ങളൊക്കെ നമ്മൾ മോർ സർക്കിൾ വഴി ചെയ്യും. ഇതേ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചോദിക്കും 10 മാർക്കിന്. ഇതെല്ലാം ഇക്വേഷനാണ്, അനലറ്റിക്കൽ മെത്തഡാണ്. ഇതേ പ്രോബ്ലം ഗ്രാഫിക്കലി സോൾവ് ചെയ്യും. അത് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം, ലെങ്ത്ത് കൂടി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ പ്രോബ്ലം ഇത് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പാണ്. സ്ട്രെസ് സോൺ ഇനി ഇൻക്ലൈൻഡ് പ്ലെയിനും അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പൽ സ്ട്രെസ്സും. അപ്പോൾ നമുക്ക് ഇത്തവണ പ്രത്യേകത എന്താ വെച്ചാൽ 2Dയും 3Dയും ഒരു മൊഡ്യൂളിലാണ്. കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ അത് 2 സെമസ്റ്ററുകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് എല്ലാം ഒരു ഒരു മൊഡ്യൂൾ തന്നെ ആയിട്ടുണ്ട്. ഒരു സബ്ജക്റ്റ് തന്നെ, ഒരു ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. ഓക്കെ, പ്രോബ്ലം നോക്കാം. ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ സ്ട്രെയിൻഡ് ഇലമെൻറ്റ് ദി ബൈആക്സിയൽ സ്ട്രെസ്സസ് ആർ ഷോൺ ഇൻ ഫിഗർ. ബൈആക്സിയൽ സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള σx-ഉം σy-യും. എന്തൊക്കെ കാണേണ്ടത്? ഡിറ്റർമിൻ ദി പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. പ്രിൻസിപ്പൽ സ്ട്രെസ്സസും അതിൻ്റെ പ്ലെയിനും കാണണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ് ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ. മാക്സിമം ഷിയർ സ്ട്രെസ്സും മാക്സിമം ഷിയർ സ്ട്രെസ് ഉള്ള പ്ലെയിനിൻ്റെ ഡയറക്ഷനും കാണും. തേർഡ് ക്വസ്റ്റ്യൻ, നോർമൽ ആൻഡ് ടാൻജൻഷ്യൽ സ്ട്രെസ്സസ് ഓൺ എ പ്ലെയിൻ AB. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ടാകും ഏതാണ് അതിൻ്റെ ഇൻക്ലിനേഷൻ ഡിഗ്രി എത്രയാണ്. ഒരു പർട്ടിക്കുലർ പ്ലെയിൻ തന്നിട്ടുണ്ട്, അതിലുള്ള സ്ട്രെസ്സിൻ്റെ കമ്പോണൻസ്. സ്ട്രെസ് സോൺ ഇനി ഇൻക്ലൈൻഡ് പ്ലെയിൻ ടോപ്പിക് നമ്മൾ നേരത്തെ എടുത്ത ടോപ്പിക്കല്ലേ, ഈ ടോപ്പിക്കിന് മുന്നേ എടുത്ത ടോപ്പിക്, ആ ഇക്വേഷൻ. അപ്പോൾ ഒരുപാട് ഇക്വേഷൻസ് അറിയുന്ന ഒരാൾക്കേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഫിഗർ നോക്കാം.
ഫിഗറിൽ സിഗ്മ എക്സ് ഈക്വൽ ടു 80 ടെൻസൈലാണ്, അപ്പോൾ പ്ലസ് 80, ആൻഡ് സിഗ്മ വൈ ഈക്വൽ ടു 30 അതും ടെൻസൈലാണ്, പോസിറ്റീവാണ്. ദെൻ ടോ എക്സ് വൈ 35, അത് മൂന്നുണ്ട്, 3 കമ്പോണൻസ് ഉണ്ട്. ഇനി നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, അപ്പോൾ 2 ടോപ്പിക്കിലെയും ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ സ്ട്രെസ്, പ്രിൻസിപ്പൽ പ്ലെയിന്, പിന്നെ സ്ട്രെസ് ഓൺ ഇനി ഇൻക്ലൈൻഡ് പ്ലെയിന് ഒക്കെ എല്ലാ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആൻഡ് ഇറ്റ്സ് പ്ലെയിൻ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് എടുത്ത് എഴുതി. സിഗ്മ എക്സ് 30, സിഗ്മ എക്സ് 80, സിഗ്മ വൈ 30 ആൻഡ് ടോ എക്സ് വൈ 35. വി നോ ദാറ്റ് 2 പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ടാവും, മേജറും മൈനറും. ഇക്വേഷൻ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ ഹോൾ സ്ക്വയർ. ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. നോക്കുക, ടെൻസൈലാണെങ്കിൽ പോസിറ്റീവാണ്, അപ്പോൾ എല്ലാം പോസിറ്റീവ് സൈൻ കൊടുത്തു. പ്ലസ് 80 ആണ്, പ്ലസ് 30 തന്നെയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സിഗ്മ 1 98.01, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് 98.01. സെയിം ഇക്വേഷൻ തന്നെ പ്ലസിന് പകരം മൈനസ് കൊടുത്താൽ സിഗ്മ 2 കിട്ടും. അതായത് 55 പ്ലസ് 43, 55 മൈനസ് 43. അപ്പോൾ 55 മൈനസ് 43 ചെയ്താൽ സിഗ്മ 2 കിട്ടും, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് കിട്ടും 11.99 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ തന്നെ സബ് പാർട്ടാണ്. ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഈ 2 പ്രിൻസിപ്പൽ പ്ലെയിനില്ലേ, മേജറും മൈനറും, ഞാൻ നേരത്തെ പറഞ്ഞു ദേ ആർ 90 ഡിഗ്രി ഈച്ച് ആംഗിൾ ഡിഫറൻസിലാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇത് വെർട്ടിക്കലുമായിട്ട് എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ് ഈ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്നാണ് ചോദിച്ചത്. അത് നമുക്കറിയില്ല. അപ്പോൾ അത് കാണുന്ന ഇക്വേഷനാണ് tan 2θ ഈക്വൽ ടു 2 ടോ എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ. എല്ലാം ഇക്വേഷനാണ്. അപ്പോൾ 2 35 ഡിവൈഡഡ് ബൈ 80 മൈനസ് 30 ഈക്വൽ ടു 1.4. സോ 2θ ഈക്വൽ ടു tan ഇൻവേഴ്സ് 1.4. കാൽക്കുലേറ്റർ ചെയ്താൽ 54.46 ഡിഗ്രി എന്നും തീറ്റ ഈക്വൽ ടു 27.23 ഡിഗ്രി ഒന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പൽ പ്ലെയിൻ കിട്ടി. ഞാൻ പറഞ്ഞു ഒന്നാമത്തെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രിൻസിപ്പൽ പ്ലെയിന് 90 ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പം 27.23 പ്ലസ് 90, അപ്പോൾ 2 പ്രിൻസിപ്പൽ പ്ലെയിൻസിൻ്റെ ഡയറക്ഷനും കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ്. ഞാൻ പറഞ്ഞു 2 പ്രിൻസിപ്പൽ പ്ലെയിൻ്റെ ഇടയിൽ 45 ഡിഗ്രി കഴിഞ്ഞിട്ട്, ഓരോ പ്രിൻസിപ്പൽ പ്ലെയിനും 45 ഡിഗ്രി കഴിഞ്ഞിട്ട് there will be a plane which carry maximum shear stress കമ്പോണൻറ്റ് മാക്സിമം ആയിട്ടുള്ള 2 പ്ലെയിൻസ് ഉണ്ടാവും. അപ്പോൾ 2 പ്ലെയിനിലും മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ടോമാക്സ് കാണുന്ന ഇക്വേഷനാണ് എന്താണ്? ഹാഫ് ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ സിഗ്മ വൈ ഹോൾ സ്ക്വയർ പ്ലസ് 4 ടോ എക്സ് വൈ ദ ഹോൾ സ്ക്വയർ റൂട്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് 80 മൈനസ് 30 ഹോൾ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 35 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 43.01 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ടോമാക്സ് കിട്ടി. ഇനി അടുത്തത് അതിൻ്റെ ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരു θ1 കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഡയറക്ഷൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കറിയാം θ1 ഇത്ര 27.23 ആണ്. 27.23, അപ്പോൾ അത് കഴിഞ്ഞിട്ട് 45 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ മാക്സിമം ഷിയർ സ്ട്രെസ് പ്ലെയിൻ ഉണ്ടാവുക. ജസ്റ്റ് 45 ഡിഗ്രി ആഡ് ചെയ്താൽ മതി. θ1നോടും θ2നോടും 45 ഡിഗ്രി ആഡ് ചെയ്താൽ നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ പ്ലെയിൻ കിട്ടി. ഇപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ പ്ലെയിൻ കിട്ടി. ഷിയർ സ്ട്രെസ് 0 ആയിട്ടുള്ള 2 പ്ലെയിൻ, അതായത് പ്രിൻസിപ്പൽ പ്ലെയിൻ, അത് രണ്ടും കിട്ടി. ഇനി വേറൊരു ടോപ്പിക്കാണ്, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ തന്നിട്ടുണ്ട്, അതിൽ സ്ട്രെസ് കമ്പോണൻസ് കാണണം. എത്രയാണ് ആ ഫിഗറിൽ കാണിച്ചത്? 130 ഡിഗ്രിയാണ് തീറ്റ കാണിച്ചത്. നമുക്ക് സ്ട്രെസ് ഓൺ എനി ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ബൈ ഹാർട്ട് എടുത്തിട്ടുണ്ടാവും അല്ലേ? സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 കോസ് 2θ പ്ലസ് ടോ എക്സ് വൈ സൈൻ 2θ. ഈ ക്ലാസ്സിലല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്ക്, കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ, ക്ലോക്ക് വൈസ് ആംഗിൾ വിത്ത് വെർട്ടിക്കലാണ് അല്ലേ? ഇവിടെ തന്ന ആംഗിൾ എന്താണ്? ഹൊറിസോണ്ടലായിട്ടാണ് 130 ഡിഗ്രി. അപ്പോൾ വെർട്ടിക്കലായിട്ട് എത്ര ഉണ്ടാവും? 90യും 90 40 കൂട്ടിയാലല്ലേ 30 ഉണ്ടാവുക. അപ്പോൾ 40 ഉണ്ടാവുള്ളൂ വെർട്ടിക്കലായിട്ട് അല്ലേ? അപ്പോൾ തീറ്റ 130 അല്ല 40 ആണ്. അതാണ് ഓർക്കേണ്ടത്. കഴിഞ്ഞ ഒരു 2-3 ദിവസം മുന്നേ നടന്ന യൂണിവേഴ്സിറ്റി എക്സാമിൽ പോലും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിളിൻ്റെ കാര്യത്തിൽ മാത്രമാണ് സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉണ്ടാവുക, ആംഗിൾ എങ്ങനെ എടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 1-2 ഫിഗർ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ആംഗിൾ ക്ലിയർ ആവും.
അപ്പോൾ ആംഗിൾ നോക്കേണ്ടത് ഹൊറിസോണ്ടലായിട്ടല്ല എന്നുള്ളതാണ്. അപ്പോൾ സിഗ്മ എന്നും ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ സിഗ്മ എന്നും ടോ എന്നും കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. സിഗ്മ എന്നും കിട്ടും, സിഗ്മ എന്നും ടോ എന്നും കണ്ടുപിടിക്കുക. സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 കോസ് 2 തീറ്റ പ്ലസ് ടോ എക്സ് വൈ സൈൻ 2 തീറ്റ. സിഗ്മ എക്സ് ഉണ്ട്, സിഗ്മ വൈ ഉണ്ട്, ടോ എക്സ് വൈ ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ഇക്വേഷൻ യൂസ് ചെയ്യണം, ഒന്നും ഇല്ലാത്തതായിട്ടില്ല. കംപ്ലീറ്റ് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യണം. 93.81 കിട്ടും. സിമിലർലി ടോ എക്സ് കണ്ടുപിടിക്കുക, അതായത് ഇൻക്ലൈൻഡ് പ്ലെയിനിലെ ഷിയർ സ്ട്രെസ് കമ്പോണൻറ്റ്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ 18.54 കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്.